Hi friends, welcome back to Nisthagallery. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്കൊന്ന് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ ഇവിടെ കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഈ ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം അതും ഒന്ന് കുറച്ച് ടൈറ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാരമൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി ഇവിടെ ഞാൻ 2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ പൊടിച്ചതും 1/2 കപ്പ് ക്രാൻബെറിയും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിന് പകരം ക്രാൻബെറിക്ക് പകരം ഡേറ്റ്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ ക്രാൻബെറി ഉള്ളതുകൊണ്ട് അതെടുത്തു. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് നല്ല പോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ക്യാരറ്റും ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും കേക്കിൻ്റെ താഴ്ഭാഗം പോയി നിൽക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ഭാഗവും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു എന്നിവയെടുത്ത് പൊടിച്ച് അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടി 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നല്ല പോലെ ഒരു 2-3 തവണ അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം അതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം എടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ അതൊന്ന് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര പൊടിച്ചതും ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ സിറപ്പും ഒഴിച്ചു കൊടുക്കാം. അതും ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചു വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് മെല്ലെ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ പതിയെ എന്ന് പറഞ്ഞിട്ട് സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് കാണുന്നത്. അത് ഞാനിവിടെ വീഡിയോക്ക് വേണ്ടി സ്പീഡ് കൂട്ടിയതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ. ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ച ക്യാരറ്റ് ഡ്രൈ ഫ്രൂട്ട് മിക്സ് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മെല്ലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഇതിനു വേണ്ടി ഒരു കേക്ക് ട്രേയിലേക്ക് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 25 മിനിറ്റ്സ് 180 ഡിഗ്രിയിൽ തന്നെയാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. 25 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം.
ദാ കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇവിടെ നല്ല പോലെ സോഫ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.